അങ്ങനെ മഞ്ഞുമലകൾ കണ്ടു. ഗാംദ്രോക്കിലേക്ക് പോണ വഴി പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് നേപ്പാൾ പോലീസിന്റെ യൂണിഫോം. അതേപോലെ തന്നെ ഒരു 4-5 മണിക്കൂർ ദൂരെ യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ആരും എണീറ്റ് നിൽക്കാനും പാടില്ല എന്നാണ്. പോലീസ് കാണാണ്ടിരിക്കാൻ വണ്ടിയുടെ കണ്ടക്ടർ വന്ന് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാണ് ഈ കാണുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഇവിടുത്തെ വണ്ടികൾ ഏകദേശം എല്ലാം ഈ ലുക്കാണ്. ഗാംദ്രോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200 വർഷം പഴക്കമുള്ള നേപ്പാളിലെ ഒരു ഗുരുങ് ഗ്രാമമാണ് ഗാംദ്രോക്ക്. അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഗുരുങ് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ ഗാംദ്രോക്ക് മാത്രമായിട്ട് കാണാൻ വന്നാലും പെർമിറ്റ് എടുക്കണം. ഞങ്ങൾ പിന്നെ ABC ട്രക്കിങ്ങിന് പെർമിറ്റ് എടുത്ത കാരണം പ്രത്യേക പെർമിറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. മലമുകളിലേക്ക് വണ്ടി കയറുന്നതുകൊണ്ടും തണുപ്പും കൂടി തുടങ്ങി. ഇതിൽ കൂടെ വണ്ടി ഓടിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. കാരണം അങ്ങനത്തെ വഴികളാണ് ഫുള്ള്. വഴിയാണോ പുഴയാണോ എന്താണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലെ വഴികൾ കിടക്കണം. പിന്നെ നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ട് നേപ്പാളിലെ കൊടിയുണ്ട്. നേപ്പാളി പാട്ട് ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഫുൾ ടൈം നേപ്പാളി പാട്ട് വേണമെന്നുള്ള മൂഡ്. അങ്ങനെ ഗാംദ്രോക്കിലേക്ക് എത്തിയപ്പോൾ മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി. ഗാംദ്രോക്കിലെ വിശേഷങ്ങൾ കാണാൻ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പം ശുഭദിനം.